കാറും പോയിട്ട് കാറുകളെ നോക്കിയിട്ടൊന്ന് തൊട്ടു നോക്കിയിട്ടാ പിന്നെ കല്യാണത്തിനകത്തേക്ക് കയറിയത്. 25 ലക്ഷം രൂപയാണ് ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത്. 25 ലക്ഷം രൂപയാ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, ഈ കല്യാണത്തിന് വേണ്ടി അയാൾ ആഴ്ചകൾക്ക് മുമ്പ് മുതൽ പത്രങ്ങളിൽ പരസ്യം കൊടുക്കാൻ തുടങ്ങി. ഇത്രാം തീയതി എന്റെ മോളെ കല്യാണമാ, അന്നത്തെ ദിവസം ഈ ജില്ലയിൽ മഹല്ലുകളിലൊന്നും വേറൊരു കല്യാണം നടത്തരുതെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുകയുണ്ടായി. ഈ കല്യാണം കണ്ടപ്പോൾ ആ കല്യാണത്തിൽ പങ്കെടുത്ത വേറൊരു കോടീശ്വരന് ഇവിടെ നടന്നതിനേക്കാളും എന്തെങ്കിലും ചേഞ്ച് വേണമല്ലോ. അവനും മകൾക്ക് കൊടുത്തു, ലക്ഷങ്ങളുടെ സ്വർണം കൊടുത്തു, ലക്ഷങ്ങളുടെ വണ്ടി കൊടുത്തു. പക്ഷേ ഒരു ചേഞ്ചിന് വേണ്ടി എന്താ ചെയ്തെന്നറിയോ? മോളിട്ടിരുന്ന വസ്ത്രത്തില്, അന്നത്തെ കല്യാണത്തിട്ടിരുന്ന ചുരിദാറിന് ചോളിയില്, ആ വസ്ത്രത്തിൽ മാത്രം 30 പവന്റെ സ്വർണം തുന്നിപ്പിടിപ്പിച്ചു വസ്ത്രത്തിന്റെ അലങ്കാരത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് അയാൾ തന്റെ മകളുടെ കല്യാണം ഗംഭീരമാക്കിയത്. ഇങ്ങനെ എത്രയെത്ര ആളുകളാണ് മുസ്ലിം സമുദായത്തിന്റെ ഉമ്മത്തിന്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് എത്രയെത്ര ആളുകളാ, എത്രയെത്ര കല്യാണങ്ങളായി നടക്കുന്നത്. മകളുടെ കല്യാണത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്ന, അനാവശ്യമായി ലക്ഷങ്ങളുടെ ഭക്ഷണം വാരി വിളമ്പുന്ന ഒരു കല്യാണത്തിൽ തന്നെ വിവിധതരം ഭക്ഷണങ്ങൾ കൊണ്ട് ആറാട്ട് നടത്തുന്ന, കല്യാണത്തിന്റെ പേരിൽ ജുവല്ലറികൾ അങ്ങനെ തന്നെ ചുങ്കത്ത് പെൻസ് ജുവല്ലറി, ആലപ്പാട്ട് ജുവല്ലറി, അറേബ്യൻ ജുവല്ലറികൾ അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് കല്യാണത്തിന് മോടെ പുറത്തോട്ട് വെച്ചു കൊടുച്ചുകൊണ്ട് കെട്ടിച്ചു കൊടുക്കുന്ന എത്രയെത്ര കല്യാണങ്ങളാണ് നടക്കുന്നത്. ഈ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് കല്യാണങ്ങൾ നടക്കുകയാ, മറുഭാഗത്ത് സമുദായം ചെയ്യുന്നത് എന്താണെന്നറിയോ? അടുത്ത സമയത്ത് എറണാകുളം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പള്ളിക്ക് ചെലവായത് 7 കോടി രൂപയാണ് മക്കളെ. 7 കോടി രൂപ കൊണ്ടുണ്ടാക്കിയ പള്ളിയുടെ താഴത്തെ നിലയിൽ പോലും കൊള്ളാതെ ജുമായിക്ക് ആളില്ല. 7 കോടിയുടെ കുപ്പകളും മുനാരങ്ങളും കെട്ടിയുണ്ടാക്കി രാജ്യത്തുൽപാദനപ്പെടുന്ന സർവ്വ സിമന്റും പള്ളി കമ്മിറ്റിക്കാർ വാങ്ങുകയാ, സർവ്വ കമ്പിയും പള്ളി കമ്മിറ്റിക്കാർ വാങ്ങുകയാ. അത്യന്താധുനികമായ വിലപിടിപ്പുള്ള ടൈൽസുകൾ പള്ളികളിലേക്ക് പോവുകയാ. പള്ളികളുടെ പേരിൽ കോടികൾ ചെലവാക്കുകയാ. ഈ കോടികൾ ചെലവാക്കി വെച്ച പള്ളിയില് ആ മഹല്ലിൽ പെട്ട ഒരു ചെറുപ്പക്കാരൻ വിനീതനായ എന്നെ കാണാൻ എറണാകുളത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ, നിന്റെ മഹല്ലിലല്ലടാ മോനെ പള്ളി ഉദ്ഘാടനം നടന്നത് 7 കോടിയുടെ നീ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതേ ഉസ്താദേ, എന്റെ ഏറ്റവും അടുത്ത ബന്ധുണ്ട്, ആ ബന്ധുവിന് 2 പെൺമക്കളുണ്ട്, ട്വിൻസാണ്, ഇരട്ട മക്കളാണ്. 10-30ഓളം വയസ്സായിട്ട് സാമ്പത്തിക പരാധീനമുണ്ട്. ആ കുഞ്ഞുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ 100 കണക്കിന് അനാഥരും നിർദ്ധരുമായ പെൺകുട്ടികളാ മഹല്ലിലുണ്ട്. അങ്ങനെ 100 കണക്കിന് അനാഥരും പെൺകുട്ടികളുമായ അനാഥരും നിർദ്ധരുമായ പെൺകുട്ടികളെ മഹല്ലിലെ ചെറ്റക്കൂടകളിൽ വീർപ്പുമുട്ടി കഴിയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച കാലഘട്ടത്തില് പെൺകുട്ടി പിറക്കുന്നു എന്ന വാർത്ത കേട്ടാല്, പെണ്ണ് പിറന്നു എന്ന് കേട്ടാൽ നാണക്കേട് കൊണ്ട് ഓടി രക്ഷപ്പെട്ടിരുന്ന അറബികള്, കുഴി കുഴിച്ചിട്ടിട്ട് ആ കുഴിക്കകത്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന അറബികള് അവസാനം റസൂലുള്ളാഹി അടുക്കൽ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് പ്രഖ്യാപിച്ച പ്രപഞ്ചത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് അത് സ്വാലിഹത്തായ പെണ്ണാണ്. ആരെങ്കിലും 3 പെൺമക്കളെ വളർത്തിയാൽ, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്താൽ, അവരെ മതമൂല്യങ്ങളുള്ളവരാക്കിയാൽ, അവരെ അനന്തരായ വരന്മാർക്ക് നിക്കാഹ് ചെയ്തു കൊടുത്താൽ, ആ 3 പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഞാൻ സ്വർഗത്തിൽ ജാമ്യം നിൽക്കുന്നതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുകൂടിയിരുന്ന അറബികള് അവസാനം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായി, നബിയേ, എന്റെ ഭാര്യ പ്രസവിക്കുന്നതൊക്കെ ആൺകുട്ടിയായി പോകുന്നു, എനിക്കൊരു പെൺകുട്ടിയെ കിട്ടുന്നില്ല. അങ്ങ് പറഞ്ഞതല്ലേ 3 പെൺകുട്ടികളെ വളർത്തി നന്നായി കല്യാണം കഴിച്ചു വിളിച്ചാൽ സ്വർഗം കിട്ടുമെന്ന്. യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യ 3 പെൺകുട്ടികളെ പ്രസവിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുമോ?
എന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ചോദിച്ച കാലമായി. ഏത് കാലത്താ മക്കളെ? ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടം, അന്ധകാര യുഗം എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടം. ഒരു ഒട്ടകത്തൊന്ന് കഴുത്ത് നീണ്ട ഒട്ടകം, കഴുത്ത് നീണ്ട ഒരു ഒട്ടകം, ഒരു കഴുത്ത് നീണ്ട ജീവിയായതുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയുടെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ഓരോന്ന് കടിച്ചതിന്റെ പേരിൽ ആരംഭിച്ച സംഘർഷം അത് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരുന്ന കാലഘട്ടം, മദ്യത്തിനും മദിരാക്ഷിക്കും അടിമപ്പെട്ട കാലഘട്ടം, എഴുത്തും വായനയും ഗണ്യമായിരുന്ന കാലഘട്ടം, സംസ്കാരമെന്തെന്നറിയാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിന് മാറ്റത്തിന്റെ വിപ്ലവത്തിന്റെ പടഹത്തിന് മുഴങ്ങി പരിവർത്തനത്തിന്റെ പടപ്പാടി അല്ലാഹുവിന്റെ ഹബീബിന് മാറ്റം വരുത്തി. അവസാനം പെൺകുട്ടികളെ കുഴിച്ചുകൂടിയിരുന്ന അറബികൾ വന്ന് യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അങ്ങ് ദുആ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അവരെ കൊണ്ട് എത്തിച്ചെങ്കില് ഇന്ന് അത്യന്താധുനിക കാലഘട്ടം, അത്യന്താധുനിക കാലഘട്ടം. ഏതാനും സെക്കൻഡുകൾ കൊണ്ട്, ഒരൊറ്റ മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് കൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നവരുമായും സംസാരിക്കാൻ പറ്റുന്ന കാലഘട്ടം, ലോകത്തിന്റെ ഏത് കോണിലുള്ളവരെയും മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന കാലഘട്ടം, ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്ന് ശിക്ഷമർത്തിയാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ എന്ത് അക്രമങ്ങളും സംഘടിപ്പിക്കാൻ പറ്റുന്ന കാലഘട്ടം, ഒരുപാട് പുരോഗമിച്ചു പോയ കാലഘട്ടം, ടെക്നോളജി അതിന്റെ പരമമായ അവസ്ഥയിലെത്തിരിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ ചെറ്റക്കൂരകളിൽ കഴിയുന്ന പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികള്, തുറന്നു നിൽക്കുന്ന പെൺകുട്ടികളുടെ പേരില് അന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പെൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ച മുസ്ലിം സമുദായത്തില് ഇന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എത്ര പേരാ? 3 പെൺകുട്ടികളുണ്ടെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്നത്. എങ്ങനെയാ എന്റെ മോളെ ഒന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? എങ്ങനെയാ എന്റെ പെണ്ണുമോളെ ഒന്ന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുക? ഞാൻ എവിടുന്ന സ്ത്രീധനം ഉണ്ടാക്കുക? ഞാൻ എവിടുന്ന പോക്കറ്റ് മണി ഉണ്ടാക്കുക? ഞാൻ എവിടുന്ന സ്വർണം ഉണ്ടാക്കുക? അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാ കാശുണ്ടാക്കുക എന്നോർത്ത് പൊട്ടിക്കരയുന്ന, കണ്ണുനീരൊടിക്കുന്ന, ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചു കൂട്ടുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരിമാര്, അവരുടെ ഭർത്താക്കന്മാര് ആകാശം ഉയർന്നുകൊണ്ട് അമ്പിളിയമ്മാമയോട് നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന മുനാരങ്ങളും കുപ്പകളുമുള്ള പള്ളിയുടെ ഭരണകർത്താക്കൾ വന്ന് ചമഞ്ഞിരിക്കുന്ന തമ്പ്രാക്കന്മാരുടെ മുന്നിൽ പോയിട്ട് എന്റെ മോളെ കെട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചോമ്പോൾ വെറ്റപ്പാടിനായിട്ട് 2ാം മരണനാന്ന് പറഞ്ഞൊരു കത്തെഴുതി കൊടുത്ത് പെൺകുട്ടിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടു. ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇവൻ ലോകത്തിന്റെ ഏതൊക്കെ മൂലയിലുള്ള പള്ളികളിലാണ് പോകുന്നത്. വെള്ളിയാഴ്ച ദിവസം ഓർത്തു പിടിച്ച് ലക്ഷങ്ങളുടെ മൂത്രപ്പുരയുള്ള പള്ളിയില്, മൂത്രപ്പുരയിൽ അത്യന്താധുനിക ടൈൽസ് ഒട്ടിച്ചിരിക്കുന്ന പള്ളിയില്, കുബ്ബകൾ പെട്ടിയുണ്ടാക്കി കോടികൾ ചെലവാക്കിയ കുബ്ബകളുടെ പള്ളികളില് മുകളിലത്തെ നില തുറക്കുക പോലും ഒന്നും ചെയ്യാതെ വെള്ളിയാഴ്ച പോലും പൂട്ടിയിട്ടിരിക്കുന്ന പള്ളിയില്, ആ പള്ളിയിൽ വന്നിട്ട് ഈ തോർത്തങ്ങോട്ട് വിരിച്ചിട്ട് ഒരു നാണയത്വത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പാവപ്പെട്ടവരുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന തമ്പുരാക്കന്മാര്, ലക്ഷാധിപതികളും കോടീശ്വരന്മാരും അവജ്ഞയോടെ ഓടിയിട്ട് പോക്കറ്റിലിരിക്കുന്ന വലിയ നോട്ടിന്റെ കെട്ടെടുത്ത് അതിലെ ഏറ്റവും ചെറിയ നോട്ടെടുത്തിട്ട തോർത്തിലേക്ക് കൊടുത്ത് ഇത് അവന്റെ മുഖത്തോക്ക് പുച്ഛത്തോട് നോക്കിയിട്ട് പോകുമ്പോൾ ഈ പാവപ്പെട്ട പിതാവ് വീട്ടിൽ പുറനിറങ്ങി നിൽക്കുന്ന 3-4 പെൺകുട്ടികള്, ആ പെൺകുട്ടികളെ കണ്ടേണ്ട ഗതികേടനുഭവിച്ച ആത്മാഭിമാനം ചീന്തപ്പെടുന്നവരുടെ തെണ്ടിയായിട്ട് പള്ളിക്ക് മുന്നിൽ നിൽക്കുന്ന ഗതികേടനുഭവിക്കുന്നവർ എത്ര ദിവസം ഇങ്ങനെ എത്ര പള്ളികളിൽ പോയാലാ ഒരു പവന്റെ സ്വർണം വാങ്ങാൻ പറ്റുക മക്കളെ? ഒരു പവന്റെ സ്വർണം പോലും വാങ്ങാൻ നൂറുകണക്കിന് പള്ളികളിൽ കണ്ടിത്തിരിയേണ്ട അവസ്ഥയുള്ള 10,000-കണക്കിന് പട്ടിണിപ്പാവങ്ങൾ ഈ സമുദായത്തിന്റെ ചറ്റക്കൂരകളിൽ വെറുതെ കഴിയുമ്പോൾ അവരിൽ പലരുടെയും ചാരിത്ര്യം പോലും വിശപ്പിന്റെ വെളിമൂലം നശിപ്പിക്കപ്പെടുമ്പോൾ സ്വന്തം മോളെ കെട്ടിക്കാൻ വേണ്ടി 1000-2000 പവൻ ചെലവഴിക്കുന്നവരും BMW കാറും തത്തുല്യമായതും കൊടുക്കുന്നവരും ലക്ഷങ്ങളും കോടികളും പോക്കറ്റ് മണി വാങ്ങുന്നവരും ലക്ഷങ്ങളുടെ വിലയുള്ള സ്വർണ്ണങ്ങൾ വാരി കൊടുക്കുന്നവരും ലക്ഷോപലക്ഷം ചെലവാക്കി ഭക്ഷണം കൊടുക്കുന്നവരും തന്റെ പ്രിയപ്പെട്ട മകളെ ഇങ്ങനെ എത്തിച്ചു വിടുമ്പോൾ